ദൈവമേ, എന്നും ബസ് കിട്ടത്തില്ല. ഞാൻ നല്ല കുട്ടിയായിട്ടിരിക്കണേ. അമ്മ പോയിട്ട് വരട്ടെ കേട്ടാ. പുറത്തിറങ്ങും. ഇറങ്ങടാ, ഇറങ്ങുമോ? ടാറ്റാ. ചേച്ചി, മഴയാണെങ്കിൽ കുഞ്ഞിനെ ഒന്ന് കയറ്റിയേക്കണേ. ഇന്നും താമസിച്ചു. ബസ് കിട്ടുമോന്ന് ദൈവത്തിനറിയാം. ചേച്ചാ, ഇന്നത്തെ കണി കൊള്ളാലോടാ. എവിടാ എത്തിയാലും അപ്പുറത്തെ വീട്ടിലെ കൊച്ചമ്മയാടാ. അവളെ എത്തിയാലും ഇങ്ങോട്ട് പോവാ. മോളെ അഞ്ജലി. ചേച്ചി, എന്തു പറ്റി? വയ്യായോ? വെറുതെ ശീല പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടെന്ന്. ചേച്ചി, ഫുള്ള് മഴ നിറഞ്ഞതല്ലേ, പനിയായി. എന്നിട്ട് എന്താ മോളെ എന്നെ വിളിക്കാഞ്ഞത്? ഞാനും വരത്തില്ലായിരുന്നോ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിട്ട്? ഇനിയിപ്പോ ഒന്നും വെക്കാനൊന്നും നിക്കണ്ട കേട്ടോ. ചേച്ചി കഞ്ഞി വെച്ചോണ്ട് തരാം. മോള് കിടന്നോ. അടി ശീലേ, നാളെ അമ്പലത്തിൽ ചോറുണ്ട് കേട്ടോടി. കൊച്ചമ്മ രാവിലെ കെട്ടി ഒരുങ്ങി പോവുക. എടി, ഇവള് സത്യത്തിൽ ജോലിക്കൊന്നും പോകുന്നതല്ലടി, വേറെന്തോ പരിപാടിയായി. രസമ്മ ചേച്ചി പറഞ്ഞ സത്യവാ. ഇവളുടെ ഈ അഴിഞ്ഞാട്ട സ്വഭാവം കാരണം അവളുടെ ഭർത്താവ് ബന്ധുവിന് പോയെന്നാ പറയുന്നത്. എന്താ പൊന്നു ശീലേ, എനിക്കിപ്പൊ പേടിയാ. ഇവിടെ ഉണ്ടൊരു ചെറുക്കൻ. ഇവിടെ പോലുള്ളവളുമാരെ ചെറുക്കന്മാരെ വശീകരിച്ചെടുക്കും. ചെറുക്കൻ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് നാട് കിടക്കണം. സത്യവാ ചേച്ചി, ഈ പെണ്ണിന്റെ നടപ്പും ഭാവം കണ്ട അങ്ങ് കളക്ടറേറ്റിലും കണ്ട ജോലി പോലെ. സത്യവാ. നോക്കിയെന്നോ അവള് കണ്ട എടുക്കുന്നോ പോന്നു. അണ്ണാ കാണുന്നില്ലല്ലോ. അണ്ണാ വരാറാവുന്നല്ലേ ഉള്ളൂ. വരുമ്പോ ഉറപ്പായിട്ടും അണ്ണൻ അത് ചോദിക്കണം കേട്ടോ. എന്തായാലും ചോദിക്കടാ, ചോദിച്ചാ പറ്റത്തുള്ളൂ. വരട്ടിങ്ങോട്ട്. നീ ഇന്നലെ ഒരുത്തന്റെ കൂടെ പുറേ ഇരുന്ന് പോന്നേ കണ്ടായിരുന്നല്ലോ. നിനക്കെന്താ ഞങ്ങളെ ആരും കണ്ടുപിടിക്കുന്നില്ല? നീ രാവിലെ കെട്ടിയൊരുങ്ങി എങ്ങോട്ടാ പോകുന്നത് നാട്ടുകാർക്ക് മൊത്തം അറിയാം. കൂടുതൽ ശീലാവധി കളിക്കല്ലേ. നീ ഞങ്ങളോടൊക്കെ സഹകരിക്കും മോളെ. സഹകരിച്ചാൽ നിനക്ക് ഇവിടെ ജീവിച്ചു പോവാം. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിലോ? എന്താ കാര്യം? എന്താ നീ ആരാന്നോ നിന്റെ വിചാരം? ഞാൻ ഇതിലെ കൂടെ ജോലിക്ക് പോകുമ്പോ പലപ്പോഴും നീ കമന്റ് അടിക്കുന്നതെല്ലാം ഞാൻ കേട്ടോ. അയലത്താ വേണ്ട വേണ്ടാന്ന് ഞാൻ പല പ്രാവശ്യം കേട്ടു. ഞാൻ പലരുടെയും കൂടെ പോവും, പലരുടെയും കൂടെ വരും. നിനക്ക് വല്ല നഷ്ടമുണ്ടോ? നീയൊക്കെ നിന്റെ അച്ഛനും അമ്മയും വേലയെടുത്ത് തരുന്നതും തിന്നും വീട്ടിൽ ഇരിക്കുമ്പോ എല്ലിന്റെ ഇടയ്ക്ക് കയറുമ്പോ പല പ്രശ്നം ഉണ്ടാവും. ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് തന്നെ അടച്ചിരിക്കുന്നത്, ഒരാളെ ആശ്രയിക്കാതെ. ഇനി എന്റെ പുറകെ വല്ലതും വന്നാൽ ഈ നാട്ടില് ഈ വീട്ടിൽ തന്നെ ഞാൻ അന്തസ്സായിട്ട് ജീവിക്കും. നിന്നെക്കൊണ്ട് പറ്റുന്ന നീ ചെയ്തോ. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിട്ടുകഴിഞ്ഞാൽ അതിൽ എവിടെയാണ് അവളുടെ സ്വന്തം വീട്? ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നാൽ അത് അമ്മായിയമ്മയുടെ അമ്മായിയച്ഛൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ്. തിരിച്ച് സ്വന്തം വീട്ടിൽ പോയാൽ അത്
നമ്മൾ വിരുന്ന് ചെന്നതുപോലാണ്. അതുപോലെ നമ്മൾ കല്യാണം കഴിച്ച് പോകുന്ന വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ നമ്മുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞാലും അവർ പറയുന്ന കാര്യം, ഇത് നിൻ്റെ വീടാണ്, നിൻ്റെ ജീവിതം മുന്നോട്ട് അവിടെയാണ്, നീ അത് തരണം ചെയ്ത് പോയേ പറ്റൂ എന്നാണ്. എങ്കിൽ നമ്മുടെ കൂടെ താമസിക്കുന്നവർ നമ്മളെ പരിഗണിക്കാതെ, നമുക്ക് സഹിക്കാൻ പറ്റാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒറ്റയ്ക്കൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ വളരെ മോശക്കാരെയാണ്. അതിനു പകരം അവരുടെ വീട്ടിൽ കിടന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങളെല്ലാം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അവൾ ലോകത്തിലെ ഏറ്റവും നല്ല പെൺകുട്ടിയായിട്ടുള്ള സർട്ടിഫിക്കറ്റും നേടാം. നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ എല്ലാത്തിനെയും പൊരുതി ഒറ്റയ്ക്കാണെങ്കിലും മുന്നോട്ട് നീങ്ങുക. മറ്റുള്ളവർ നമ്മളെ ഏത് കണ്ണിൽ കാണുന്നെന്ന് നോക്കാതെ നമ്മൾ നമ്മളെ നമ്മുടെ കണ്ണിലൂടെ കാണുക.